ഇന്ന് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നേരെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ കിച്ചണിലോട്ടാണ്. അവിടെ എന്ത് തേങ്ങ ഇരുന്നിട്ടാ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആകെ ഇരിക്കുന്നത് ഒരു പാത്രം ചോറാ. സ്ക്രബ് സ്യൂട്ട് പോലും അഴിച്ചു വെച്ചില്ലെന്നേ. നമ്മൾ ഈ തിങ്കളാഴ്ച തൊട്ടൊരു പ്രതിജ്ഞ എടുത്തു, ഇനി പുറത്തുനിന്ന് ഫുഡ് നഹി വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ മതി, അതല്ല കഴിക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യേ, നമുക്ക് കുറച്ച് മുട്ട പൊരിക്കാം, എന്നിട്ട് ആ ചോറ് കഴിക്കാം. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഞാൻ പോയി പെട്ടെന്ന് സ്ക്രബ് സ്യൂട്ടൊക്കെ മാറി വന്ന് ഫ്രഷ് ആയിട്ട് നേരെ കിച്ചണിൽ കയറി കേട്ടോ. പക്ഷേ മുട്ട മാത്രം പൊരിച്ച് അതുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നുണ്ടപ്പം എൻ്റെ പിഞ്ച് ഹൃദയം നീറിപ്പോയി. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സെൻറ്റിമെൻറ്റ്സ് എടുത്ത് തലവെക്കും. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ആയാലോ, വലിയ പാടൊന്നും ഇല്ലല്ലോ. പിന്നെ പെട്ടെന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, നാക്ക് പോലും തിരിയുന്നില്ല, അതിന് വേണ്ടിയിട്ട് കൊണ്ട് അടുപ്പ വെച്ചേ. അപ്പം വിചാരിച്ചു, എന്നതാണേലും മെനകെട്ടില്ലേ, എന്നാൽ ഇപ്പോൾ ഇച്ചിരി ഫ്രിഡ്ജ് നോക്കിയപ്പോൾ കുറച്ച് സാമനം ഇരിപ്പുണ്ടായിരുന്നേ, എന്നാൽ പിന്നെ അതെടുത്ത് വറുത്തേക്കാന്നായി. അങ്ങനെ സാമം വറക്കാൻ വെച്ചേ. നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണയിൽ ഈ സാമം കിടന്നങ്ങ് മൊരിയുമ്പത്തെ ഒരു മണം. ആ മണവും കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ, മുമ്പേ വിശന്നിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വരെ വിളിച്ച ആമാശമില്ലേ, ആ ആമാശയം പറഞ്ഞു, സാരമില്ല ലിറ്റി, ഞങ്ങൾ കുറച്ചങ്ങ് വെയിറ്റ് ചെയ്യാം, ചോറും കറിയും ഒക്കെ ആയിക്കോട്ടെന്ന്, എന്നാൽ പിന്നെ ബാക്കിയും കൂടെ നോക്കിയേക്കാന്നായി. എന്നാണല്ലോ ഇത്ര ആയില്ലേ, നമുക്ക് ചാറിന് എന്നെങ്കിലും വേണ്ടേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ തൈരൊന്നും ആരും കഴിക്കുകയില്ല. പക്ഷെ എന്നാൽ പിന്നെ വിചാരിച്ചു, എന്നാൽ ഇച്ചിരി പച്ചമോരായാലോ, അതാകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ പച്ചമോരും പെട്ടെന്നുണ്ടാക്കി, മീനും വറുത്തു, മുട്ടയും പൊരിച്ചു, മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പോരെ, ഇത് കൂടുതലായാലേ അഹങ്കാരമായി പോവല്ലേ. ഇത്ര എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നിവർന്ന് നിന്ന് എൻ്റെ ഷോൾഡറിൽ ഞാൻ തന്നെ തട്ടിട്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, വെൽഡൻ മൈ ബോയ് വെൽഡൻ. ഈ എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റുന്ന്. എന്താ അല്ലേ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ ഒരു റൈസ് മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ പൊന്നി റൈസ് ആണ് ഉണ്ടാക്കി. ഇതിൻ്റെ കൂടെ പൊന്നി റൈസിന് പകരം വല്ല നല്ല മട്ടേരിയും കൂടെ ആയിരുന്നേ പൊളിച്ചേനല്ലേ. സാരമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. ഇതെല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിയുടെ ആമാശയം എന്നോട് നിർഗളിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാം. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ വൈഫ്, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന്. എന്താ അല്ലേ, ഷോ എൻ്റെ ഒരു കാര്യം. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.